സംഭവിച്ചു പോയതിൽ ഖേദമുണ്ട് എന്നുള്ളതാണ് UDFന്റെ ഔദ്യോഗികമായ നിലപാട്. KS ഹരിഹരൻ തന്നെയും ഖേദം പറഞ്ഞതാണ്. KS ഹരിഹരൻ നടത്തിയത് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ആഭാസകരമായ ഒരു പരാമർശമായിരുന്നു. അതിൽ ഖേദം പ്രകടിപ്പിച്ചു, UDFും ഖേദം പ്രകടിപ്പിച്ചു. എന്നിടത്ത് ആ വിഷയം തീരണ്ടേ? മോഹനൻ മാസ്റ്ററാണ് പറഞ്ഞത്, ജില്ലാ സെക്രട്ടറിയാണ് പറഞ്ഞത് മാപ്പ് കൊണ്ടൊന്നും തീരില്ല എന്ന്. മാപ്പ് കൊണ്ട് തീർന്നില്ലെങ്കിൽ കേസാകാം. അതിനപ്പുറത്തേക്ക് ഈ വിഷയം കൊണ്ടുപോയാൽ അതിന്റെ ദോഷം ആ നാടിനാണ്. ഇതിങ്ങനെ കത്തി നിൽക്കും. അല്ല, മാപ്പ് കൊണ്ടും കേസ് കൊണ്ടും തീരുന്ന പ്രശ്നമാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ചർച്ച. ഇത്തരം പരാമർശങ്ങൾ നമ്മുടെ ഒരു പുരുഷാധികാര ബോധത്തിൽ സ്ത്രീകളെ കാണുന്നതിൻ്റെ ഏറ്റവും അശ്ലീലകരമായ ഒരു പൊട്ടിയൊലിക്കലാണ്. നമ്മുടെയൊക്കെ സുഹൃത്താണ് ഹരിഹരൻ്റെ ഭാഗത്തുണ്ടായത്. അത് ഞാൻ ഹരിഹരൻ്റെ വ്യക്തിപരമായ ഒരു ദോഷമായിട്ട് കാണുന്നില്ല. UDF കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ അനുവർത്തിച്ച് വരുന്ന സ്ത്രീവിരുദ്ധമായ നിലപാടുണ്ട്. എന്താ അഭിലാഷേ, നമ്മളെല്ലാം കണ്ടതല്ലേ നിസ്സഹായമായി ഈ UDFൻ്റെ ദയനീയമായ ശബരിമല സംരക്ഷണത്തിന് വേണ്ടി യുവതികളെ കയറ്റാതിരിക്കാൻ വേണ്ടി കരട് ബില്ലുണ്ടാക്കിയ ഒരു പാർട്ടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ എത്രത്തോളം സ്ത്രീവിരുദ്ധമായ ഒരു പാർട്ടിയാണ്. അവരുടെ രാഷ്ട്രീയ യൗവനവും കൗമാരവും ഒക്കെ അതെ അത് ഹരിഹരൻ എന്റെയും ചേക്കുട്ടിയുടെ ഒക്കെ വളരെ അടുത്ത സുഹൃത്താണ്. അത് നമുക്കറിയാം. അത് ഞാൻ പറയുന്നത് ഹരിഹരന്റെ വ്യക്തിപരമായൊരു ദോഷമല്ല ഇത്. UDF ഇപ്പോൾ കേരളത്തിൽ RSSകാരെ പോലെ തന്നെ ഒരു പുനരുജ്ജീവന രാഷ്ട്രീയ, ഒരു റിവൈവലിസ്റ്റിക് പൊളിറ്റിക്സ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ആ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് എല്ലാ വർഗീയതയും മാറിയും മറിഞ്ഞും ഒക്കെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് വടകരയിലെ പ്രചരണങ്ങൾ. പക്ഷേ നിജേഷ് ഇവിടെ പറഞ്ഞ കാര്യത്തോട് എനിക്ക് വലിയ താല്പര്യമുണ്ട്, വലിയ സ്വാഗതമുണ്ട് അക്കാര്യത്തിൽ. കാരണം നമ്മളെല്ലാവരും എടുക്കേണ്ട ഒരു നിലപാടാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ വടകരയെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, വടകര അതിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് മുറിവുകൾ സൂക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ട്. 2001 സഖാവ് ബിനു ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമിക്കപ്പെട്ടത് ഒരു കള്ളക്കഥയുടെ പേരിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കള്ള ബലാത്സംഗ കഥ ആ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര പ്രചരണ വിഷയമാക്കി ജയിച്ചു വന്നവരാണ് UDFകാർ. അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് അവർ തെറ്റായി പ്രചരിപ്പിച്ചൊരു നുണക്കഥ വിശ്വസിച്ച മുസ്ലിം തീവ്രവാദികൾ ബിനുവിനെ കല്ലാച്ചി ടൗണിലിട്ട് വെട്ടിക്കൊന്നു എന്നുള്ളതാണ്. അതിനുശേഷം CPM പകരം ചെയ്യാനൊന്നുമല്ല പോയത്. ഇത് ആവർത്തിക്കാൻ പാടില്ലെന്ന ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. 2015 അത് തെറ്റിച്ചതാരാ? തൂണേരി ഷിബിനെ. അപ്പം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടുണ്ട്. ഇനി ഒരു തൂണേരി, ഇനി ഒരു തെരുവും പറമ്പ് ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ ഞങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ മേജർ പാർട്ടി ആയിരിക്കുന്ന മുസ്ലിം ലീഗുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി, കോഴിക്കോട് ജില്ലാ പാർട്ടി, ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഈ സംഭവങ്ങളിൽ വൈകാരികമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണവും പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ പാർട്ടി അംഗങ്ങൾക്ക് ഞങ്ങൾ കർശനമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ എല്ലാ മേഖലാ തലങ്ങളിലും സൗഹാർദ്ദ സദസ്സുകൾ, വർഗീയതക്കെതിരായിട്ടുള്ള സൗഹാർദ്ദ സദസ്സുകൾ സംഘടിക്കുന്നത്. ഒരു തരത്തിൽ വിഭജനം എന്തിൻ്റെ പേരിലായാലും, ഏത് തെരഞ്ഞെടുപ്പിൻ്റെ പേരിലായാലും വിഭജനമുണ്ടായാൽ അത് ഉണ്ടാക്കിയ ആളുകൾക്കൊന്നും ആ മുറിവ് അടക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിഭജനങ്ങൾ ഉണ്ടാവരുത്, വിദ്വേഷപരമായ ചേരിതിരിവ് ഉണ്ടാകരുത് എന്നതാണ് ഞങ്ങളുടെ താല്പര്യം. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ DCC ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ, UDF ഇത് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർവകക്ഷി യോഗം ചേരണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വടകരയിൽ സമാധാനം ഉണ്ടാകണം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകുന്ന അതിനെ തുടർന്നുള്ള സംഭവങ്ങൾ ഒരു കാരണവശാലും വടകരയിൽ അനിഷ്ടകരമാകാൻ പാടില്ല. ആ വടകരയിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കില്ല പിന്നീട്. അതുകൊണ്ട് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ലക്ഷ്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പേർത്തും നമ്മൾ ചർച്ച ചെയ്ത് പോവുകയല്ല വേണ്ടത്. അതിൻ്റെ അടിസ്ഥാനമായി വർദ്ധിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ ഒരു ദൈക്ഷണിക തലത്തിൽ നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടി വരും. ഈ KS ഹരിഹരനൊക്കെ നടത്തിയ പ്രസംഗം, ആ പ്രസംഗം എന്തുകൊണ്ടാണ് UDF കഴിഞ്ഞ എത്രയോ കാലമായി തുടരുന്ന വിരുദ്ധമായ, അപ്പോൾ മൈനോറിറ്റി വിരുദ്ധമായ ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നിസ്കാരപ്പായി വിരിച്ചു കൊടുക്കുകയെന്ന്, അതൊക്കെ അതിൻ്റെ തന്നെ ഒരു ദൈക്ഷണിക തലത്തിൽ തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്, പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിന്റെ മണ്ഡലത്തിൽ, സാമൂഹ്യ മണ്ഡലത്തിൽ ഇത് വൈകാരികമായി ചർച്ച ചെയ്ത് വേർപിരിഞ്ഞു പോകരുത്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തെ മറികടക്കാൻ ശ്രമിക്കണം. അത്തരം ശ്രമങ്ങളുടെ നല്ല മുൻകൈകൾ UDFിലെ സമുന്നതമായ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ആ നിലപാടിനെ. ശരി, ഓക്കെ. ശ്രീ